ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേന. ക്രിപ്റ്റോ മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം ഇന്നത്തെ BTCയുടെയും എഥീരിയത്തിൻ്റെയും ചാർട്ടിലൂടെ കാണിക്കുകയാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. 15 ആണ് ബെറ്റർ ടൈം ഫ്രെയിം. ഫേക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് 15 ആണ് കുറച്ചുകൂടെ വെക്കേണ്ടത്. അതിന് 31 അവറിലേക്ക് വെക്കണമെന്നില്ല. 15 ഓക്കെയാണ്. 5 സ്കാൽപ്പിങ്ങിൽ യൂസ് ചെയ്യാം. രണ്ടും കമ്പയർ ചെയ്ത് ചെയ്യാം. അപ്പം ഇന്നത്തെ BTCയുടെ നോക്കുകയാണെങ്കിൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ 30th ഏപ്രിലെ പെർഫോമൻസ് ആണ്. 30th ഏപ്രിലെ അതേപോലെ ഇന്നും മാർക്കറ്റ് അതേപോലെ 14th മാർക്കറ്റ് റെസിസ്റ്റൻസ് മോർണിംഗിൽ ബ്രേക്ക് ചെയ്ത കയറി. ഇപ്പോൾ രണ്ടാമത് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഒന്ന് റിട്രേസ്മെൻറ്റ് പോയി തിരിച്ച് രണ്ടാമത് പിന്നെയും ബ്രേക്ക് ചെയ്തിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. സെല്ല് തന്നിട്ടില്ല. സെല്ലിൻ്റെ ഇൻഡിക്കേഷനിലേക്ക് നമുക്ക് അവിടെ ആയിട്ടുള്ള തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറുന്നു. ഇപ്പോഴും 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് രണ്ടാമത് റീ എൻട്രി തന്നു. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വിഷൻ്റെ. അപ്പം ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ ട്രേഡ്. നമ്മുടെ ഈ ലേറ്റസ്റ്റ് വിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് ഇൻഡിക്കേഷൻ എക്സ്ട്രാ കളർ വഴി നമ്മൾ കാണിച്ചു തരും. അതായത് ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആരോസ്, അതായത് ഇവിടെ ഒരു ബൈ ആരോ അല്ലെങ്കിൽ സെൽ ആരോ നമുക്ക് ഡീറ്റെയിൽസ് മേളിൽ കൊടുക്കും, താഴെ കൊടുക്കും. ഇപ്പം ഇതിൽ ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് ആണ് മേളിൽ കാണിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ഏത് സിഗ്നലാണ് ഇവിടെ ബൈ ആ വന്നിരിക്കുന്നത്. ഈ ബൈ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയി. ഇതിൽ ലാസ്റ്റ് വന്ന സിഗ്നൽ ബൈ ആണ്. ബൈ നമുക്ക് 6:30 നമുക്ക് 13th കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ട്രേഡ് വന്നിട്ടില്ല. അവിടുന്ന് ആ ബൈ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. പ്രോഫിറ്റിൽ നമുക്ക് ഹോൾഡിംഗ് ആണ്. ഇടയ്ക്കൊന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നത് ഒരു ഡൗൺ ചാൻസ് നമുക്ക് അവിടെ തരുമ്പോൾ നമുക്ക് റിട്രേസ്മെന്റ് ആയിട്ട് പുൾ ബാക്ക് ആയിട്ട് കളർ ചേഞ്ച് നമുക്ക് ആ ലൈൻ തിരിയും. അതോടൊപ്പം എക്സ്ട്രാ കളർ കാണിച്ചു തരും. താഴെ പക്ഷെ മാറത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു സെല്ലിന്റെ പ്രോപ്പർ ഡൗൺ സെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് മാച്ച് ആയാലും സെൽ എന്ന് പറയാൻ പറ്റും. അതിന് മുമ്പ് ഒരു സിഗ്നൽ വരണം, ഒരു ആരോ വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അവിടെ ട്രേഡ് പ്രോപ്പർ ഡൗൺ ചാൻസ് ഇല്ല, തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് രണ്ടാമത് തിരിച്ച് പിന്നെയും റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഈ റെഡ് കളർ സ്റ്റാർ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ റീ എൻട്രി അവിടെ എടുക്കാം നമുക്ക് ട്രേഡ്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാം. സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണെന്ന് നോക്കുക. ആരോ വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. കൺഫർമേഷൻ നമുക്ക് ക്യാൻഡിൽ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എക്സ്ട്രാ കളർ വഴി സൈഡ് വേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ബൈ പ്രകാരം കറക്റ്റ് ബ്രേക്ക് ഔട്ടും റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ നല്ലൊരു കയറ്റമായിരുന്നു. അവിടെ ധൈര്യമായിട്ട് മാർക്കറ്റ് 3 ടാർഗറ്റ് ആ പോയിന്റിൽ തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കയറുമായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് രാവിലെ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കയറി. അവിടെ നല്ല റിട്ടേൺസാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടുന്ന് പിന്നെ ബ്രേക്ക് ചെയ്ത് രണ്ടാമത് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് പിന്നെയും കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂവേഷൻ ഇതൊക്കെ നമുക്ക് താഴെ നമുക്ക് ഗ്രീൻ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ക്ഷമയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതേപോലെ എഥീരിയത്തിൻ്റെ ആണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബൈയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് കയറിയാണ്. അപ്പോൾ ഇന്നും രാവിലെ അതേ ലെവലിൽ രാവിലെ ബ്രേക്ക് നല്ല റിട്ടേൺസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചും പിന്നെയും കയറിയിട്ടുണ്ട്. അവിടെ ഒരു ഡൗൺ ഇൻഡിക്കേഷൻ ഇല്ല, തിരിച്ച് രണ്ടാമത് പിന്നെയും കയറുന്നുണ്ട്. പക്ഷേ നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ട്രേഡ് റിവേഴ്സൽ അതായത് ഡൗൺ ലിസ്റ്റിലേക്ക് മാറാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അതായത് ഒരു ട്രേഡ് എടുത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് നല്ലൊരു അതായത് സെല്ലിലേക്ക് മാർക്കറ്റ് കടന്നിട്ടില്ല. സെല്ലാണെങ്കിൽ റെഡ് മാച്ച് ആവുക, സെല്ല് അവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ലേറ്റസ്റ്റ് സെഷൻ. ഇപ്പോൾ ക്രിപ്റ്റോ പോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ഇതെല്ലാം മാർക്കറ്റിലും വർക്കൗട്ടാണ്, ഇന്ത്യൻ മാർക്കറ്റ് അടക്കം. അപ്പം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി.